തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച എന്ന് പറയപ്പെടുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളിൽ വലിയ പിഴവുകളാണ് വന്നിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിൽ നിന്ന് ₹1 പോലും ചിലവാക്കരുതെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ് ആഗോള സംഗമം അത് അങ്ങനെ ചെയ്യൂ എന്നുള്ള കണ്ടീഷനിൽ നടത്തിയത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് അത് ടെൻഡർ നടപടികൾ പാലിക്കാതെ കരാർ നൽകിയതും അവിടെ കിടക്കയൊക്കെ വാങ്ങിയതിൽ 150 കിടക്കയൊക്കെ വാങ്ങിയത്രേ. ആ കിടക്കയിൽ 50 കിടക്കകൾ കാണുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഇതുകൂടാതെ 3.4 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുന്നു. ബോർഡിൽ നിന്നെടുത്ത 2 കോടി രൂപ തിരിച്ചടച്ചിട്ടില്ല. അതുപോലെ അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സിലില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം കുറേയധികം കാര്യങ്ങൾ. ഇതിപ്പോൾ ബോർഡ് ഉത്തരം പറയണമെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ദേവസ്വം മന്ത്രിയുടെ ചെറിയ ഫോട്ടോയും മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോയും വെച്ചായിരുന്നു അയ്യപ്പ സംഗമത്തിൻ്റെ പ്രചരണം മുഴുവൻ. അപ്പോൾ അയ്യപ്പ സംഗമം പരാജയപ്പെടുകയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയും അതിനെ തുടർന്ന് ശബരിമലയിൽ നടന്നിരുന്ന എല്ലാ സ്വർണ്ണ കവർച്ച കേസടക്കമെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനെപ്പറ്റി വലിയ ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ്. വാസ്തവത്തിൽ ഹിന്ദു ഐക്യവേദിയോ അതുപോലെ VHP പോലുള്ള സംഘടനകളോ അതുപോലെ അയ്യപ്പ സേവാ സംഘങ്ങളോ ഒക്കെ ഇതിനെപ്പറ്റി ചർച്ചകൾ സംഘടിപ്പിക്കുകയും ജനങ്ങളെ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം ദേവസ്വം ബോർഡിൻ്റെ പൈസ കൊള്ളയടിക്കൽ ആയിരുന്നു അയ്യപ്പ സംഗമത്തിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ലക്ഷ്യം എന്നുകൂടി നമ്മൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അക്കാര്യം നടക്കുന്നില്ല ഇപ്പോൾ. അതുകൂടി നടത്താൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്.